ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസൊനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾ റൈറ്റ്, നമുക്ക് നോക്കാം ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണ്. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനേക്കാളും കൂടുതലായിട്ടുള്ള കുറേ റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ലൈഫിലുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളോട് കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫൈനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. ഒരുപാട് കാര്യങ്ങൾ, അതായത് ഫിനാൻഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടുണ്ടായ ചില ഇഷ്യൂസ് ആയിരിക്കാം. എന്തോ ചില പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലുണ്ടായി, സഡനായിട്ടുണ്ടായി. അതിൻ്റെ പേരിൽ കുറച്ചധികം ഈ വ്യക്തിക്ക് ബിസി ആകേണ്ടതായിട്ട് വന്നു അവരുടെ ലൈഫിൽ. അതിൻ്റെ പേരിലുണ്ടായ സെപ്പറേഷനിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ ആ ഒരു കാര്യത്തിന് ഒരു ഒരു ക്ലാരിഫിക്കേഷൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ വാല്യൂസ്. വി ഹാവ് ടു മെനി ഡിഫറൻസസ്. നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളത് വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തി ഗോസിപ്പുകളെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നാണ് മനസ്സിലാവുന്നത്. ഐ ആം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. മറ്റ് വ്യക്തികൾ എന്ത് ചിന്തിക്കും എന്നൊക്കെയുള്ള ചില ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഓക്കെ, വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്കിടയിൽ അൺഫിനിഷ്ഡ് ആയിട്ട് കാണപ്പെടുന്നുണ്ട് എന്നവർ പറയാണ്. അത് പല കാര്യങ്ങളും പരസ്പരം ഡിസ്കസ് ചെയ്യാനും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനുമുള്ള സമയം നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. മിസ്റ്റേക്സ്. ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. അവരുടെ തെറ്റുകളൊക്കെ തിരുത്തി എഴുതണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അവരുടെ തെറ്റുകൾ തിരുത്താനൊരു അവസരം നിങ്ങൾ നൽകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അവർക്ക് കുറച്ച് ഈഗോ കൂടുതലായിട്ടുള്ള പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ അവർ പല തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ഈഗോ അതിനെ സമ്മതിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷനെ പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും ഈഗോ ഇഷ്യൂസാണ് എന്ന് മനസ്സിലാക്കാം. ഐ ആം ട്രൈങ് ടു മൂവ് ഓൺ. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിൽ നിന്നും മോൺ ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരു ന്യൂ ചാപ്റ്റർ, നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആൻഡ് ഐ ഫീൽ പെയിൻ ഫ്രം ദി ഡാമേജ് ഐ ഹാവ് കോസ്ഡ്. അവർ ചെയ്ത തെറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിപ്പോയതിൽ അവർക്കിപ്പോൾ ഒരുപാട് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ വാസൻറ്റ് ഹാപ്പി ദ വേ തിങ്സ് വെയർ ഗോയിങ്. കാര്യങ്ങൾ ഇപ്പോൾ പോകുന്ന രീതിയിൽ അവർക്ക് ഒരിക്കലും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നില്ല. ഒട്ടും അവർ സംതൃപ്തരല്ല അവരുടെ ലൈഫിൽ എന്നവർ അറിയിക്കുകയാണ്. ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു. അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് അവർക്ക് കഴിയാതെ പോയതിൽ അവരിപ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അത് നിങ്ങളെയും ഒരുപാട് വേദനിപ്പിച്ചു എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. തിങ്സ് ഡിഡൻറ്റ് ഗോ ദ വേ ഐ പ്ലാൻഡ്. അവർ ചിന്തിച്ച പോലെയൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. അവർ പ്രതീക്ഷിച്ചുള്ള ഒരു ഔട്ട്കം അല്ല ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഒരിക്കലും അവർക്ക് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തി അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നാണ് അവർ വെളിപ്പെടുത്തുന്നത് ഈ ഒരു സമയത്ത്. ഐ ഡിഡൻറ്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. അതായത് അവർ ചില അവസരങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തി എന്നവർ പറയാണ്. അതായത് അവർക്ക് നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നപ്പോൾ അവരത് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ,
ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. ഇപ്പോൾ ഈ ഒരു ചെറിയ സ്പേസ് അവരുടെ ലൈഫിൽ ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായപ്പോൾ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള അവസരമാണ് ഉണ്ടായത്. നിങ്ങളെ ഒരുപാട് ആഴത്തിൽ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഐ ഹാവിൻ ടോൾഡ് യു എവറിത്തിങ്. എല്ലാ കാര്യങ്ങളും ഒന്നും ഒരിക്കലും അവർ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അറിയാത്തതായിട്ടുള്ള ഒരുപാട് സീക്രട്സ് അവരുടെ ലൈഫിലുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ബൈ ലൈങ് ഐ റിപ്റ്റ് അപ്പ് ആസ് എ പാർട്ട്. ഓക്കെ, ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്ന് മാത്രമല്ല, അവർ നിങ്ങളോട് ഒരുപാട് അസത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സിറ്റുവേഷനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സിനെ കുറിച്ചായിരിക്കാം, എന്തോ ചില കാര്യങ്ങൾ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തി. അതൊക്കെ ഇവർക്കിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് നിങ്ങളോട് ഒരിക്കലും അവർക്ക് തുറന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു മെസ്സേജിലൂടെ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കി തരുന്നത്. ആൻഡ് there were other things that got in the way of us being together. നിങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ, രണ്ടുപേരെ ഒന്നിപ്പിച്ച് നിർത്തുന്നതിൽ മറ്റൊരു ശക്തിയുടെ ഇൻ്റർഫിയറൻസ്, അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നാണ് ആ വ്യക്തി പറയുന്നത്. ഓക്കെ, ആൻഡ് ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. പക്ഷേ വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ, അവർ നിങ്ങൾക്കൊരു ഡീപ്പായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ ഫ്യൂച്ചറിൽ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് അവർ കാണുന്നുണ്ട്. ഓക്കെ, അതൊക്കെയാണ് അവരിപ്പോൾ നിങ്ങളോട് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ടൊന്നും എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി. അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കാം. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.